വെഡിങ് പ്ലാനിങ് ഞങ്ങളുടെ ആദ്യം വരുന്ന പല കപ്പിൾസും ഇമോഷണലി ആണ് ഡിസിഷൻസ് എടുക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആസ് എ വെഡിങ് പ്ലാനർ നമ്മൾ എപ്പോഴും നോക്കുന്ന ഈ ഇമോഷണൽ ഡിസിഷൻസിന്റെ ഒരു ലോജിക്കൽ സൈഡ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ലോജിക്കലി ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വെഡിങ് പ്ലാൻ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റും എല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് റെഫറൻസുകൾ നോക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലി സർക്കിളുള്ള പല വെഡിങ്സും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഓക്കെ അവരുടെ വെഡിങ്ങിൽ ഇത് ചെയ്തു, എന്നാൽ പിന്നെ എൻ്റെ വെഡിങ്ങിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി മോള് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റിയുടെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കോഡ് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും എടുക്കും. പക്ഷേ എപ്പോഴും നമ്മൾ വരുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇവരുടെ ബഡ്ജറ്റും അവരുടെ ബഡ്ജറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഇത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവരുടെ ബഡ്ജറ്റ് എന്താണെന്നുള്ള ആദ്യം സെറ്റ് ചെയ്യിപ്പിച്ച് അതനുസരിച്ച് ഇവരുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നിങ്ങൾക്ക് ഇതാണ് ബെസ്റ്റ് എന്നുള്ള അഡ്വൈസ് കൊടുത്ത് ഇവർക്ക് ഇവരുടെ പ്രയോറിറ്റീസും ഇവരുടെ ആഗ്രഹങ്ങളും എല്ലാം തമ്മിൽ ഒരു ലെവലിൽ എത്തിക്കുന്നതിലാണ് പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്. കാരണം ഇവിടുന്ന് മുന്നോട്ട് അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇതിന്റെ എല്ലാം മുകളിൽ ഓരോരോ കാര്യങ്ങൾ അടിയും അവസാനം വരുമ്പോഴത്തേനെ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട, എനിക്ക് ബഡ്ജറ്റിന് മുകളിൽ പോയി അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് പലപ്പോഴും പോകാറുണ്ട്.